ഈ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻബോക്സിൽ. ആരും വന്നിട്ട് ചീത്ത വിളിക്കുകയോ മോശം പറയുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ കമന്റ്സിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അവരവരുടേതായ എക്സ്പ്ലനേഷൻ പറഞ്ഞു, വിശ്വാസങ്ങൾ പറഞ്ഞു. അതൊക്കെ അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ. എന്നോടല്ല പറഞ്ഞത്, പിന്നെ എന്തിനു നിങ്ങളിത് റിയാക്ട് ചെയ്യാൻ പോയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്നോടല്ല, നിങ്ങളുടെ ആൾക്കാരോടാണ് പറഞ്ഞത് എന്ന് തന്നെ ഇരിക്കട്ടെ. ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കൂ. നിങ്ങൾ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അവർ ഏത് അഭിപ്രായമാണ് സ്വീകരിക്കുക? ഈ രണ്ട് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. ഓർക്കുക, നോമ്പ് തുറക്കൽ സുന്നത്താണ്. അന്യസ്ത്രീ പുരുഷന്മാർ ഇടകലരൽ അത് ഹറാമാണ്. 25 പേർക്ക് ഇഫ്താർ ഒരുക്കണം ആഗ്രഹിക്കുകയാണ്, പക്ഷെ അതിനുള്ള സാഹചര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഇഫ്താർ ബുഫയ്ക്ക് പോവാം. അത് തെറ്റല്ല. കാരണം ഇഫ്താർ കൊടുക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. കൂടാതെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടുള്ളൊരു ഗ്യാതറിംഗ് വരും. ഇവിടെ ഒരാൾ ഹറാമാണെന്ന് പറയുന്നു, നിങ്ങളുടെ അതേ ആള് തന്നെ പറയുന്നു ഹറാമല്ല, ഇഫ്താർ കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് കൂടിയാണെന്ന്. അപ്പൊ ഇതിന്റെ ശരി എന്താണെങ്കിലും അതിന്റെ തെറ്റിദ്ധാരണ നിങ്ങൾ തന്നെ മാറ്റിക്കൊടുക്കൂ. ഇനി ഈ താത്തയോടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അവരുടേതായ മതമുണ്ട്, മതവിശ്വാസങ്ങളുണ്ട്. അതെല്ലാം അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അനുഷ്ഠിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തിനാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുന്നത്? നമ്മളൊരു കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും അതിലായിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹറാമാണ്. അന്യപുരുഷന്റെ മുഖം നോക്കാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പാട്ട് കേൾക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും മറ്റുള്ളവരെ കുറിച്ചുള്ള ഗോസിപ്പ് പറയുന്നതും കേൾക്കുന്നതും എല്ലാം അടങ്ങിയ ഒരു ക്യാപ്സ്യൂൾ ആയിട്ടാണ് നമുക്ക് മൊബൈൽ കിട്ടിയിരിക്കുന്നത്. ഈ മൊബൈലിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, മറ്റുള്ളവരുടെ ഗോസിപ്പ് കേൾക്കാം, അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു, ഇതെല്ലാം കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ഒഴിവാക്കുന്നു, മൂക്കുത്തി ഒഴിവാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നു. ഈ ഒരു വശത്ത് നിങ്ങൾ ഇത് ഒഴിവാക്കുന്നത് കാണിക്കുന്നുണ്ട്, മറുവശത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നു, സ്ത്രീകളുടെ ഇന്നർ വെയറിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഹറാമായ മൊബൈലിൽ വന്നിട്ട് വീഡിയോസ് ഇട്ട് പബ്ലിക്കായിട്ട് ഇതെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കാശ് കിട്ടുന്നതും നമുക്ക് പബ്ലിസിറ്റി കിട്ടുന്നതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഹലാലായിട്ട് ചെയ്തിട്ട് കൂടെയുള്ള മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹറാം എന്നൊക്കെ പറയുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ സത്യസന്ധമായിട്ടൊരു വീഡിയോ ഇടുന്നത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ വീഡിയോ കാണുമ്പം അങ്ങനെ ഫീൽ ആവുന്നില്ല കേട്ടോ. സോറി, ക്ഷമിക്കണം. ഇത് നോമ്പ് കാലമാണ്. നോമ്പിന്റെ പ്രധാന ലക്ഷ്യം പട്ടിണി കിടക്കലല്ല, ഒരു മാറ്റമാണ്. ഭക്ഷണത്തിൽ നിന്നും വികാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശരീരത്തിന്റെ നോമ്പ്, ആവശ്യമില്ലാത്ത കാഴ്ചകളിൽ നിന്നും ഗോസിപ്പുകളിൽ നിന്നും പരദൂഷണങ്ങളിൽ നിന്നും മാറ്റി നിൽക്കുന്ന അവയവങ്ങളുടെ നോമ്പ്. ഹൃദയത്തിൽ നിന്നൊരു നോമ്പുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യത്വം കാണിക്കാനും എടുക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള നോമ്പ്. ഒരാൾ തന്റെ ഹൃദയത്തിൽ നിന്നും എല്ലാ ലൗകിക ജീവിതങ്ങളും മാറ്റി നിർത്തി അള്ളാഹുവിന് വേണ്ടി ജീവിച്ചിട്ടും നമ്മുടെ നാവ് ശരിയല്ലെങ്കിൽ എല്ലാം പോയില്ലേ?